നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേരാണ് ഗിയേഴ്സ്. ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 2 എന്ന സബ്ജക്റ്റിൻ്റെ 3ാമത്തെ മൊഡ്യൂളും 4ാമത്തെ മൊഡ്യൂളും വരുന്ന ടോപ്പിക്കാണ് ഗിയേഴ്സ്. ഗിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ടൂത്ത്ഡ് വീലാണ്, പല്ലുകളുള്ള ഒരു വീലാണ്. ദ പർപ്പസ് ഓഫ് ഗിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു ട്രാൻസ്മിറ്റ് പവർ ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ. ഒരു ഷാഫ്റ്റിൽ നിന്നും വേറൊരു ഷാഫ്റ്റിലോട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂത്ത്ഡ് വീലിനെ വിളിക്കുന്ന പേരാണ് ഗിയർ. രണ്ട് തരം ഷാഫ്റ്റാണ് നമുക്കുള്ളത്. ഒന്ന് ഡ്രൈവിംഗ് ഷാഫ്റ്റും ഡ്രിവൺ ഷാഫ്റ്റും. ഏത് ഷാഫ്റ്റിൽ നിന്നാണോ നമ്മൾ പവർ എടുക്കുന്നത് ആ ഷാഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഡ്രൈവിംഗ് ഷാഫ്റ്റ്. ഏത് ഷാഫ്റ്റിലോട്ടാണോ നമ്മൾ പവർ കൊടുക്കുന്നത് ആ ഷാഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഡ്രിവൺ ഷാഫ്റ്റ്. ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ നിന്നും ഡ്രിവൺ ഷാഫ്റ്റിലോട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് ഡ്രൈവ്സ്. നമുക്ക് 4 തരം ഡ്രൈവ്സ് ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത്. ഒന്ന് ബെൽറ്റ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്, റോപ്പ് ഡ്രൈവ് ആൻഡ് ഗിയർ ഡ്രൈവ്. ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റും ഡ്രിവൺ ഷാഫ്റ്റിലും നമ്മൾ പുള്ളീസിനെ മൗണ്ട് ചെയ്തിട്ട് ഈ പുള്ളീസ് തമ്മിൽ ബെൽറ്റ് ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നെങ്കിൽ ആ ഡ്രൈവിനെ വിളിക്കുന്ന പേരാണ് ബെൽറ്റ് ഡ്രൈവ്. ഡ്രൈവിംഗ് ഷാഫ്റ്റിലും ഡ്രിവൺ ഷാഫ്റ്റിലും നമ്മൾ പുള്ളീസ് മൗണ്ട് ചെയ്തിട്ട് ആ പുള്ളീസ് തമ്മിൽ നമ്മൾ ചെയിൻ വെച്ച് കണക്ട് ചെയ്യുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ചെയിൻ ഡ്രൈവ്. മറിച്ച് റോപ്പ് വെച്ച് കണക്ട് ചെയ്യുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് റോപ്പ് ഡ്രൈവ്. ഇനി ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റും ഡ്രിവൺ ഷാഫ്റ്റിലും നമ്മൾ ടൂത്ത്ഡ് വീല് കണക്ട് ചെയ്തിട്ട് ഈ ടൂത്ത്ഡ് വീല് തമ്മിൽ മെഷ് ചെയ്യുന്നെങ്കിൽ, അങ്ങനെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നെങ്കിൽ ആ ഡ്രൈവിനെ വിളിക്കുന്ന പേരാണ് ഗിയർ ഡ്രൈവ്. ഏത് സർക്കംസ്റ്റൻസിലാണ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ഗിയർ ഡ്രൈവാണ്. നമുക്കാദ്യം ഏത് സർക്കംസ്റ്റൻസിലാണ് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഗിയർ ഡ്രൈവ് പ്രിഫർ ചെയ്യുന്നത് ബാക്കി 3 ഡ്രൈവ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് പറയാം വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഗിയർ ഡ്രൈവ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഏത് സിറ്റുവേഷനിലും നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഡ്രൈവ് ഏതാണ്? ഗിയർ ഡ്രൈവാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷാഫ്റ്റ് സ്മോൾ ആണ്. ഷാഫ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ സ്മോൾ ആണെങ്കിൽ അവിടെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഡ്രൈവ് ഗിയർ ഡ്രൈവാണ്. ഹൈ ആക്യുറസി വേണ്ട കേസസിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഡ്രൈവ് ഗിയർ ഡ്രൈവാണ്. കാരണം ഗിയർ തന്നെ പല തരത്തിലുണ്ട്. സ്പർ ഗിയർ ഉണ്ട്, ഹെലിക്കൽ ഗിയർ ഉണ്ട്, ബിവൽ ഗിയർ ഉണ്ട്, വോം ഗിയർ ഉണ്ട്. അത് ഈ സ്പർ ഗിയറിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 99% നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഹൈ ആക്യുറസിയും ഹൈ എഫിഷ്യൻസിയും റിക്വയർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഗിയർ ഡ്രൈവാണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ വെലോസിറ്റിയിൽ മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഗിയർ ഡ്രൈവാണ് ബാക്കി ഡ്രൈവ്സിനെ വെച്ച് നോക്കുമ്പോൾ. ഇതാണ് സം ഓഫ് ദി അഡ്വാൻറ്റേജസ് ഓഫ് ഗിയർ ഡ്രൈവ് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഗിയർ ഡ്രൈവിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. നമുക്കറിയാം ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയായാലും കോസ്റ്റ്ലിയർ ആണ്. ബാക്കി ഡ്രൈവിന് വെച്ച് നോക്കുമ്പം കോസ്റ്റ്ലിയർ ആണ്. പിന്നെ മെക്കാനിക്കൽ കമ്പോണൻസ് കൂടുതലാണ്. സോ വൈബ്രേഷൻസ് എന്തൊക്കെയായാലും ഗിയർ ഡ്രൈവിൽ വരാം. പിന്നെ മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് ഉണ്ടായതുകൊണ്ട് എന്തോ വേണം, ഗിയർ ഡ്രൈവ്സിനകത്ത് ലൂബ്രിക്കേഷൻ റിക്വയർമെൻറ്റ് അത്യാവശ്യമാണ്. ടൈപ്സ് ഓഫ് ഗിയർ. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഗിയറിനെ കുറിച്ചാണ് അറിയേണ്ടത്. 4 ഗിയേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. സ്പർ ഗിയർ, ഹെലിക്കൽ ഗിയർ, ബിവൽ ഗിയർ ആൻഡ് വോം ഗിയർ. 2 പാരലൽ ഷാഫ്റ്റുകൾ തമ്മിൽ ഈ ഒരു അറേഞ്ച്മെൻറ്റ് നോക്കിയാൽ 2 ഷാഫ്റ്റുകൾ പാരലാണ്. പാരലൽ ഷാഫ്റ്റുകൾ തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗിയറാണ് സ്പർ ഗിയറും ഹെലിക്കൽ ഗിയറും. ഈ ഒരു അറേഞ്ച്മെൻറ്റ് നോക്കിയേ, ഇത് നോൺ പാരലാണ്, പക്ഷേ ഇത് ഇൻ്റർസെറ്റ് ചെയ്യുന്നുണ്ട്. സോ നോൺ പാരലൽ ബട്ട് ഇൻ്റർസെറ്റിംഗ് ഷാഫ്റ്റുകൾ തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രൈവാണ് ബിവൽ ഗിയർ. ഈ അറേഞ്ച്മെൻറ്റ് നോക്കിയേ, ഇത് നോൺ പാരലാണ്, എന്നാൽ ഇതെന്താണ്? നോൺ ഇൻ്റർസെറ്റിങ്ങുമാണ്. അപ്പം നോൺ പാരലും നോൺ ഇൻ്റർസെറ്റിങ്ങും ഷാഫ്റ്റുകൾ തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രൈവാണ് വോം ഗിയർ. സോ 2 പാരലൽ ഷാഫ്റ്റുകൾ തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗിയേഴ്സാണ് സ്പർ ഗിയറും ഹെലിക്കൽ ഗിയറും. സോ ഈ 2 ഗിയർ ഉപയോഗിക്കണമെങ്കിൽ ഷാഫ്റ്റ് എന്തായിരിക്കണം? 2 പാരലായിരിക്കണം. പാരലും നോൺ പാരലും പക്ഷേ ഇൻ്റർസെറ്റിംഗ് ഷാഫ്റ്റുകളാണെങ്കിൽ, നോൺ പാരൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്ട് നോൺ പാരലാണ് പക്ഷേ ഇൻ്റർസെറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ബിവൽ ഗിയർ. നോൺ പാരലും നോൺ ഇൻ്റർസെറ്റിങ്ങും ആണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഗിയറിനെ വിളിക്കുന്ന പേരാണ് വോം ഗിയർ. ഇനി നമുക്ക് ഗിയറിൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് പഠിക്കാം. കോമൺലി യൂസ്ഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് കാസ്റ്റേൺ ആണ്. ലാർജ് സൈസ് ഗിയറിനെല്ലാം ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കാസ്റ്റേൺ ആണ്. കാസ്റ്റേൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് ചീപ്പാണ്, 2 സെൽഫ് ലൂബ്രിക്കൻ്റ് ആണ്. ഗ്രാഫൈറ്റിൻ്റെ പ്രസൻസ് മൂലം കാസ്റ്റേൺ സെൽഫ് ലൂബ്രിക്കൻ്റ് ആണ്. പിന്നെ ഗുഡ് വിയർ റെസിസ്റ്റൻസ് ഉണ്ട് കാസ്റ്റേണ്. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം കാസ്റ്റ് അയൺ ബ്രിട്ടിലാണ്. സോ സ്ട്രെങ്ത് കുറവാണ്.
സോ ഹൈ സ്ട്രെങ്ത് ആപ്ലിക്കേഷൻ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റീലാണ്, അതായത് മൈൽഡ് സ്റ്റീലാണ്. മീഡിയം ഡ്യൂട്ടി ആപ്ലിക്കേഷൻ നമ്മൾ പ്ലെയിൻ കാർബൺ സ്റ്റീൽ ഉപയോഗിക്കും. ഹെവി ഡ്യൂട്ടി ആപ്ലിക്കേഷൻ എല്ലാം നമ്മൾ അലോയ് സ്റ്റീൽസ് ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി കൊറോഷൻ റെസിസ്റ്റൻറ്റ് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ആണെങ്കിൽ, അതായത് കൊറോഷൻ റെസിസ്റ്റൻസ്, അതായത് കൊറോഷൻ ആവാനുള്ള ടെൻഡൻസി കൂടുതലുള്ള ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫോസ്ഫറസും ബ്രോൺസുമാണ്. ഈ വോം ഗിയർ എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് ബ്രോൺസ് കൊണ്ടാണ്. സോ ഇതാണ് ഗിയറിൻ്റെ മെറ്റീരിയൽ. ഇനി നമുക്ക് ഗിയറിൻ്റെ ടെർമിനോളജിയെക്കുറിച്ച് പഠിക്കും. ഗിയറിൻ്റെ ടെർമിനോളജിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഗിയറിൻ്റെ ടെർമിനോളജിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതൊരു ഗിയറിൻ്റെ ഫിഗറാണ്. ഈ ഫിഗറിൽ നിങ്ങൾക്ക് 3 സർക്കിൾ കാണാം. സോ നമുക്ക് 3 സർക്കിൾ ഇപ്പം വിസിബിളാണ്. ദ സർക്കിൾ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദി ടോപ്പ് ഓഫ് ദി ഗിയർ ഈസ് നോൺ ആസ് അഡൻഡം സർക്കിൾ. ആൻഡ് ദ സർക്കിൾ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദി ബോട്ടം ഓഫ് ദി ഗിയർ, അതിനെ വിളിക്കുന്ന പേരാണ് ഡിഡൻഡം സർക്കിൾ. സോ നിങ്ങൾക്കൊരു 3 സർക്കിൾ കാണാം. ഇതിനെ അഡൻഡം സർക്കിൾ എന്ന് വിളിക്കുന്നു, ഇതിനെ ഡിഡൻഡം സർക്കിൾ എന്ന് വിളിക്കുന്നു. ഈ സർക്കിളിനെ വിളിക്കുന്ന പേരാണ് പിച്ച് സർക്കിൾ. ദ സർക്കിൾ വിച്ച് കംസ് ഇൻ കോണ്ടാക്ട് വെൻ 2 ഗിയേഴ്സ് മേറ്റ്. ഈ പിച്ച് സർക്കിളാണ് 2 ഗിയേഴ്സ് തമ്മിൽ മേറ്റ് ചെയ്യുമ്പോൾ കോണ്ടാക്റ്റിൽ വരുന്നത്. ഇതാണ്ടേ ഈ ഒരു ഫിഗർ കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. നിങ്ങൾ നോക്കിയാൽ 2 മേറ്റിംഗ് ഗിയറാണ്, കണ്ടോ. ഗിയർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗിയർ ഡ്രൈവ് പോസിബിൾ ആവണമെങ്കിൽ 2 ഗിയേഴ്സ് നമുക്ക് വേണം. അതിൽ സ്മോളർ ഗിയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിനിയൻ, ലാർജർ ഗിയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗിയർ. ഈ 2 ഗിയേഴ്സ് തമ്മിൽ മേറ്റ് ചെയ്യുമ്പോൾ തമ്മിൽ കോണ്ടാക്റ്റ് ആവുന്ന എവിടെയാണ്? പിച്ച് സർക്കിളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് വരുന്നത്. സോ പിച്ച് സർക്കിൾ എന്ന് പറഞ്ഞൊരു ഇമാജിനറി സിലിണ്ടറാണ് വിച്ച് കംസ് ഇൻ കോണ്ടാക്ട് വെൻ 2 മേറ്റിംഗ് ഗിയർ കോണ്ടാക്ട്സ്. പിച്ച് സർക്കിൾ എന്താണ്? ഇറ്റ് ഈസ് ദി ഇമാജിനറി സർക്കിൾ വിച്ച് കംസ് ഇൻ കോണ്ടാക്ട് വെൻ 2 മേറ്റിംഗ് ഗിയേഴ്സ് കോണ്ടാക്ട്സ്. സോ the circle which is passing to the top of the gear, addendum circle. The circle which is passing to the bottom of the gear, dedendum circle. The circle which comes in contact when 2 mating gears mates, അതിനെ വിളിക്കുന്ന പേരാണ് പിച്ച് സർക്കിൾ. സോ നിങ്ങൾക്കിപ്പം അഡൻഡം സർക്കിൾ എന്താണെന്നറിയാം, ഡിഡൻ സർക്കിൾ എന്താണെന്നറിയാം, പിച്ച് സർക്കിൾ എന്താണെന്നറിയാം. ഇനി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് അഡൻഡം സർക്കിൾ ആൻഡ് ഡിഡൻ പിച്ച് സർക്കിൾ. അഡൻഡം സർക്കിളിൻ്റെയും പിച്ച് സർക്കിളിൻ്റെയും ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് അഡൻഡം. അതേ കണക്ക് തന്നെ പിച്ച് സർക്കിളിൻ്റെയും ഡിഡൻഡം സർക്കിളിൻ്റെയും ഡിസ്റ്റൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പിച്ച് സർക്കിൾ ആൻഡ് ദ ഡിഡൻഡം സർക്കിൾ, അതിനെ വിളിക്കുന്ന പേരാണ് ഡിഡൻഡം. ഇനി ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേര് അഡൻഡം. ദ പോർഷൻ ഓഫ് ദി ടീത്ത് ബിറ്റ്വീൻ ദി അഡൻഡം സർക്കിൾ ആൻഡ് ദി പിച്ച് സർക്കിൾ, ഇത്രയും പോർഷൻസിനെ വിളിക്കുന്ന പേരാണ് ഫേസ്. The portion of the cylinder between the pitch circle and the base circle, ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേര് ഡിഡൻഡം, ആ പോർഷൻസിനെ വിളിക്കുന്ന പേര് ഫ്ലാങ്ക്. ഓക്കെ, സോ ഫ്ലാങ്കും ഫേസും അല്ലെങ്കിൽ ഫേസും അഡൻഡം തമ്മിൽ തിരിഞ്ഞു പോലെ. അഡൻഡം എന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസ്, ആ ടീത്തിൻ്റെ ആ പോർഷനെ വിളിക്കുന്ന പേരാണ് ഫേസ്. ഡിഡൻഡം എന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസ്, ആ പോർഷൻ ഓഫ് ടീത്തിനെ വിളിക്കുന്ന പേരാണ് ഫ്ലാങ്ക്. ഈ ഫേസും ഫ്ലാങ്കും തമ്മിൽ ജോയിൻ ചെയ്യാൻ നമുക്കൊരു കർവ് കിട്ടും. ദ കർവ് വിച്ച് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ദ ഫേസ് ആൻഡ് ഫ്ലാങ്ക്, അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊഫൈൽ. ഇനി ഈ ഡിസ്റ്റൻസ് കണ്ടോ, നമ്മൾ ടോപ്പ് വ്യൂ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടോ ഗിയറിൻ്റെ, ഇതൊരു ഗിയറിൻ്റെ ഒരു ടീത്താണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഫേസ് വിത്ത്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് വിച്ച് ഈസ് മെഷേർഡ് പാരലൽ ടു ദി ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്. ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പാരലായിട്ട് നമ്മൾ മെഷർ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഫേസ് വിത്ത്. ഇനി നമുക്കറിയേണ്ടത് ടൂത്ത് സ്പേസ് എന്താണെന്നാണ്. നമ്മൾ ഈ പിച്ച് സർക്കിൾ ഡിഫൈൻ ചെയ്തില്ലേ, എന്തിനാണ് ഈ പിച്ച് സർക്കിൾ ഡിഫൈൻ ചെയ്യുന്നത്? കാരണം പിച്ച് സർക്കിളാണ് നമ്മളെ റിഫറൻസ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പിച്ച് സർക്കിൾ ആദ്യമേ നമ്മൾ ഡിഫൈൻ ചെയ്തത്. ടൂത്ത് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 adjacent teeth which is measured along the pitch circle. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 adjacent teeth which is measured along pitch circle, അതിനെ വിളിക്കുന്ന പേരാണ് ടൂത്ത് സ്പേസ്. ടൂത്തുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് ഏതിന് എലോങ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്? പിച്ച് സർക്കിളിന് എലോങ് ആയിട്ട്. ഇനി ടൂത്ത് തിക്നെസ് എന്ന് പറഞ്ഞാൽ ദ വിത്ത് ഓഫ് ദി ടൂത്ത് വിച്ച് ഈസ് മെഷേർഡ് അലോങ് ദി പിച്ച് സർക്കിൾ. നമ്മളെ ടൂത്തിൻ്റെ വിത്തിനെ വിളിക്കുന്ന പേരാണ്
tooth thickness. The width of the tooth which is measured along the pitch circle. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്ന മൊഡ്യൂളാണ്. ഈ മൊഡ്യൂൾ നമ്മൾ കണ്ടുപിടിക്കാൻ കാരണം മൊഡ്യൂളാണ് ഒരു ഡിസൈൻ ഓഫ് ഗിയറിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത്, ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ എന്ന് പറയുന്ന മൊഡ്യൂളാണ്. മൊഡ്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഡൻറ്റും ഡിഡൻറ്റും എല്ലാം മൊഡ്യൂൾ വെച്ച് കണ്ടുപിടിക്കാം. സോ ആദ്യം ഗിയർ ഡിസൈൻ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ മൊഡ്യൂളാണ്. മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് നത്തിങ് ബട്ട് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഡയാമീറ്റർ ഓഫ് ദ ഗിയർ ആൻഡ് ദ നമ്പർ ഓഫ് ടീത്ത്. ഇസഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എത്ര ടീത്തുകളുണ്ടെന്ന്. ഡി എന്ന് പറയുന്നത് നമ്മളെ പിച്ച് സർക്കിൾ ഡയാമീറ്ററിനെയാണ് നമ്മൾ ഡി എന്ന് പറഞ്ഞത്. സോ ഡി ഡിവൈഡ് ബൈ ഇസഡ്, അതിനെ വിളിക്കുന്ന പേരാണ് മൊഡ്യൂൾ. ഇനി ഡയാമെട്രിക്കൽ പിച്ച് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ, അതായത് ഇറ്റ്സ് എ റേഷ്യോ ബിറ്റ്വീൻ ദ ഡയാമീറ്റർ നമ്പർ ഓഫ് ടീത്ത് ആൻഡ് ദി ഡയാമീറ്റർ ഓഫ് ദി ഗിയർ. ഈ മൊഡ്യൂളിൻ്റെ ഇൻവേഴ്സ്, ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ്, ഇറ്റ് ഈസ് റേഷ്യോ ബിറ്റ്വീൻ ദി നമ്പർ ഓഫ് ടീത്ത് ആൻഡ് ദി പിച്ച് സർക്കിൾ ഡയാമീറ്റർ, അതിനെ വിളിക്കുന്ന പേരാണ് ഡയാമെട്രിക്കൽ പിച്ച്. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് സർക്കുലാർ പിച്ചാണ്. എന്താണ്? സർക്കുലാർ പിച്ചാണ്. സർക്കുലാർ പിച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്ടേ, നമ്മളിപ്പോൾ ഞാൻ ഒരു ഗിയറിൻ്റെ ഒരു പോയിൻ്റ് ഞാൻ കൺസിഡർ ചെയ്തു. അതേ കണക്കൊരു പോയിൻ്റ് ഞാൻ തൊട്ട് അടുത്ത അഡ്ജസൻ്റുള്ള ഗിയറിൽ ഞാൻ കൺസിഡർ ചെയ്തു. എന്നിട്ട് ഞാൻ പിച്ച് സർക്കിളിന് അലോങ് ആയിട്ട് ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്തെടുത്തു. അതിനെ വിളിക്കുന്ന പേരാണ് സർക്കുലാർ പിച്ച്. It is the distance which is measured along the pitch circle from a point of one teeth to the corresponding point of the adjacent teeth. അതിനെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്? സർക്കുലാർ പിച്ച്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് മെഷേർഡ് ഫ്രം വൺ പോയിൻറ്റ് ഓഫ് എ ടീത്ത് ടു ദി കറസ്പോണ്ടിങ് പോയിൻറ്റ് ഓഫ് ദി അഡ്ജസൻറ്റ് ടീത്ത് ആൻഡ് ഇറ്റ് ഈസ് മെഷേർഡ് അലോങ് ദി പിച്ച് സർക്കിൾ. അതിനെ വിളിക്കുന്ന പേരാണ് സർക്കുലാർ പിച്ച്. സർക്കുലാർ പിച്ച് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്, DCP. അതിനെ ഞാൻ സർക്കുലാർ പിച്ച് എന്ന് വിളിച്ചു. പൈ ഡി ഡിവൈഡഡ് ബൈ ഇസഡ്. ഈ ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിച്ച് സർക്കിൾ ഡയമീറ്റർ, ഇസഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് ടീത്ത്. എന്താണ് ഡി ഡിവൈഡ് ബൈ ഇസഡ് എന്ന് പറഞ്ഞാൽ? മൊഡ്യൂൾ. നമുക്കപ്പോൾ എന്തോന്ന് വിളിക്കാം? പൈ ഇൻറ്റു എം എന്ന് വിളിക്കാം. ഇതാണ് ഗിയറിൻ്റെ ടെർമിനോളജി, അതായത് കോമൺ ടേംസ് യൂസ്ഡ് ഇൻ ഗിയർ. നമുക്കറിയേണ്ടത് അഡൻറ്റം സർക്കിൾ അറിയണം, ഡിഡൻറ്റം സർക്കിൾ അറിയണം, ടൂത്ത് സ്പേസ് അറിയണം, ടൂത്ത് തിക്നെസ് അറിയണം, ഫേസ്, ഫ്ലാങ്ക്, പ്രൊഫൈല്, ഫേസ് വിത്ത്, മൊഡ്യൂള്, ഡയാമെട്രിക്കൽ പിച്ച്, സർക്കുലാർ പിച്ച് ആൻഡ് ഫൈനലി ഫേസ് വിത്ത്. നമ്മൾ ഗിയർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് മൊഡ്യൂളാണ്. കാരണം മൊഡ്യൂൾ അറിയാമെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം തമ്മിൽ റിലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചെടുക്കാം. ഇനി നമുക്കടുത്തത് ഫോഴ്സ് അനാലിസിസ് ഓഫ് സ്പർ ഗിയർ. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്പർ ഗിയറിനെ കുറിച്ചാണ്. മൂന്നാമത്തെ ഫുള്ളും കുറച്ച് തിയറിയും സ്പർ ഗിയറിനെ കുറിച്ചാണ് നമുക്ക് ഉള്ളത്. അതിൽ നമുക്കിനി ഫോഴ്സസ് ആക്ടിങ് ഓൺ സ്പർ ഗിയർ പഠിക്കാം. ഒരു സ്പർ ഗിയറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ കുറിച്ച് നമുക്കിനി പഠിക്കാം. നമുക്കറിയാം ഗിയർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ടൂത്ത്ഡ് വീൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗിയേഴ്സ് ഉപയോഗിച്ച് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി 2 ഗിയേഴ്സ് വേണം. അതിൽ ഒരു ഗിയർ രണ്ട് വീല് വേണം, ടൂത്ത്ഡ് വീല് വേണം. അതിൽ ഒരു ടൂത്ത്ഡ് വീല് സ്മാളർ ആയിരിക്കും, മറ്റേ ടൂത്ത്ഡ് വീല് ലാർജർ ആയിരിക്കും. ആ സ്മാളർ ടൂത്ത്ഡ് വീലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിനിയൻ, ആ ലാർജർ ടൂത്ത്ഡ് വീലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗിയർ. ഞാനിപ്പോൾ അതിലെ ഗിയറിൻ്റെ പടമാണ് വരച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു ഗിയറിൽ നിന്ന് മറ്റേ, അതായത് പിനിയൻ എപ്പോഴും നമ്മൾ ഡ്രൈവിംഗ് ഷാഫ്റ്റിലായിരിക്കും കണക്ട് ചെയ്യുന്നത്, ഡ്രിവൻ ഷാഫ്റ്റിലായിരിക്കും നമ്മൾ എപ്പോഴും ഗിയറിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ നിന്ന് ഡ്രിവൻ ഷാഫ്റ്റിലോട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ പിനിയനിൽ നിന്നും ഗിയറിലോട്ട് ഒരു ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യണം. പിനിയനിൽ നിന്നും ഗിയറിലോട്ട് ഒരു ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യണം. സോ പിനിയനിൽ നിന്ന് നമ്മളിതാണ്ടേ ഈ ഒരു പോയിൻ്റ് കണ്ടോ, നമുക്കറിയാം എന്താണ് പിച്ച് സർക്കിളിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? പിച്ച് സർക്കിളിന് എന്താണ്? 2 ഗിയേഴ്സ് തമ്മിൽ മേറ്റ് ചെയ്യുമ്പോൾ തമ്മിൽ കോണ്ടാക്റ്റ് ആവുന്ന സർക്കിളിനെ വിളിക്കുന്ന പേരാണ് പിച്ച് സർക്കിൾ. ആ കോണ്ടാക്റ്റ് ആയ ആ പോയിൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിച്ച് പോയിൻ്റ്. നമ്മൾ പിച്ച് പോയിൻറ്റിലോട്ടാണ് ഒരു നോർമൽ വരച്ചു. ആ നോർമലിലാണ് ആ വരയ്ക്കുന്ന നോർമലിനെ വിളിക്കുന്ന പേരാണ് പ്രഷർ ലൈൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ഷൻ. The common normal at the point of mating gears where force act along this line.
ദ കോമൺ നോർമൽ അറ്റ് ദി പോയിൻ്റ് ഓഫ് കോണ്ടാക്ട്. അപ്പം തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന ആ പോയിൻറ്റിനെ വിളിക്കുന്ന പേര് പിച്ച് പോയിൻറ്റ്. ആ പിച്ച് പോയിൻറ്റിലോട്ട് ഞാൻ ഒരു നോർമൽ വരച്ചു. ആ നോർമലിനെ വിളിക്കുന്ന പേരാണ് പ്രഷർ ലൈൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയും. പ്രഷർ ലൈൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയും. ആ നോർമലിൽ അലോങ് ആയിട്ടായിരിക്കും റിസൾട്ടൻ്റ് ഫോഴ്സ്. ഓക്കെ, നമ്മളെ പവർ ട്രാൻസ്മിഷനിൽ ഒക്കറാവുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് അതിനെ ഞാൻ എഫ് ആർ നോട്ട് ചെയ്തു. അത് ആക്ട് ചെയ്യുന്നത് അലോങ് ദി കോമൺ നോർമൽ ടു ദി പിച്ച് പോയിൻ്റ് ആയിരിക്കും. ഇതൊരു ഇൻക്ലൈൻഡ് ഫോഴ്സാണ്. ഇതിനെ റിസോൾവ് ചെയ്യാൻ നമുക്ക് ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, അതിനെ ഞാൻ എഫ് ടി എന്ന് വിളിക്കുന്നു. ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റ്, അതിനെ ഞാൻ ഇതിനെ ഞാൻ എഫ് ആർ എന്ന് വിളിക്കുന്നു. റിസൾട്ടൻ്റ് ഫോഴ്സിനെ ഞാൻ എഫ് എൻ എന്ന് വിളിക്കുന്നു. എഫ് എൻ എന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് ഫോഴ്സും ആ റിസൾട്ടൻ്റ് ഫോഴ്സിനെ ഞാൻ രണ്ടായിട്ട് റിസോൾവ് ചെയ്യുന്നു. ഒന്ന് എഫ് ടിയും ഒന്ന് എഫ് ആർ. ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഫൈ. പ്രഷർ ആംഗിൾ എന്ന് പറയും. പ്രഷർ ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഒബ്ലിഗിറ്റി എന്ന് പറയും. പ്രഷർ ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഒബ്ലിഗിറ്റി എന്ന് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ പ്രഷർ ലൈൻ ആൻഡ് ദ കോമൺ ടാൻജൻറ്റ് ടു ദി പിച്ച് സർക്കിൾ. അതെ, ഇതാണ് നമ്മളെ കോമൺ നോർമൽ അല്ലെങ്കിൽ പ്രഷർ ലൈൻ എന്ന് പറയും. ഇതാണ് ഈ സർക്കിളിന് ടാൻജൻറ്റ്, അതായത് ഈ ഗിയറിന് ടാൻജൻ്റായിട്ട് വരയ്ക്കുന്നതാണ് ഇത് തമ്മിലുള്ള ഇടയ്ക്കുള്ള, അതായത് നമ്മളെ പ്രഷർ ലൈനും നമ്മളെ കോമൺ ടാൻജൻ്റെയും ഇടയ്ക്കുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് പ്രഷർ ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഒബ്ലിഗിറ്റി. ദി ആംഗിൾ ബിറ്റ്വീൻ ദ പ്രഷർ ലൈൻ ആൻഡ് ദി കോമൺ ടാൻജൻറ്റ് ടു ദി പിച്ച് സർക്കിൾ. ദി ആംഗിൾ ബിറ്റ്വീൻ ദ പ്രഷർ ലൈൻ ആൻഡ് ദി കോമൺ ടാൻജൻറ്റ് ടു ദി പിച്ച് സർക്കിൾ, അതിനെ വിളിക്കുന്ന പേരാണ് പ്രഷർ ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഒബ്ലിഗിറ്റി. സോ ഗിയറിൽ ആക്ട് ചെയ്യുന്ന നോർമൽ ലോഡ് അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് അതിനെ ഞാൻ എഫ് എൻ എന്ന് വിളിച്ചു. അതിനെ രണ്ട് കമ്പോണൻ്റായിട്ട് റിസോൾവ് ചെയ്തു. ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റ് എഫ് ആർ, ഒരു ഹൊറിസോണൽ കമ്പോണൻറ്റ് എഫ് ടി. ഈ എഫ് ടി എന്ന് പറഞ്ഞാൽ ഹൊറിസോണൽ കമ്പോണൻറ്റിനെ വിളിക്കുന്ന പേരാണ് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ്. ഈ എഫ് ടി എന്ന് പറഞ്ഞ ഫോഴ്സാണ് ഈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോഴ്സ്. ഈ രണ്ടെണ്ണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ടി ആണ്. കാരണം ഈ എഫ് ടി ആണ് ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. കാരണം നമുക്ക് ടോർക്ക് അറിയാമെങ്കിൽ നമുക്കറിയാം, ഇൻ അതർ വേ നമുക്ക് പറയാൻ പറ്റും പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എഫ് ടി ആണ്. സോ എഫ് ടി കണ്ടുപിടിച്ചാലേ നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ, അതുവഴിയേ നമുക്ക് പവർ കണ്ടുപിടിക്കാൻ പറ്റൂ. ഈ എഫ് ആർ എന്ന് പറഞ്ഞാൽ അതിന് റേഡിയൽ കമ്പോണൻ്റാണ്. അതിനെ നമ്മൾ റേഡിയൽ ഫോഴ്സ് എന്ന് പറയും. ഈ റേഡിയൽ ഫോഴ്സിന് മറ്റൊരു പേര് സെപ്പറേറ്റിംഗ് ഫോഴ്സാണ്. പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എഫ് ടി. സെപ്പറേഷൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോഴ്സാണ് എഫ് ആർ. സോ ദ റിസൾട്ടൻ്റ് ഫോഴ്സ് രണ്ട് കണ്ടായിട്ട് റിസോൾവ് ചെയ്തു, എഫ് ടിയും എഫ് ആറും. എഫ് ടി എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ ഫോഴ്സും എഫ് ആർ എന്ന് പറഞ്ഞാൽ റേഡിയൽ ഫോഴ്സും. നമുക്കൊന്ന് റിസോൾവ് ചെയ്യാം. എഫ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് എൻ എടുത്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് അറിയാം എഫ് ആർ എങ്ങനെ കിട്ടും? എഫ് എൻ സൈൻ ഫൈ എന്ന് കിട്ടും. എഫ് ആർ ഇസിക്കൽ എന്താണ്? എഫ് എൻ സൈൻ ഫൈ. എഫ് ടി എങ്ങനെ കിട്ടും? എഫ് എന്നിനെ എടുത്ത് നമ്മൾ ഹൊറിസോണൽ ആക്സിസ് ഇട്ട് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ആംഗിൾ ഉണ്ടായതുകൊണ്ട് നമ്മളോട് എന്ത് പറയും? റിസോൾവ് ചെയ്യുമ്പം കോസ് ഫൈ. സോ ഒരു ഫോഴ്സ് അനാലിസിസ് പെർ ഗിയറിൽ പറയാനുള്ളത് രണ്ട് ഫോഴ്സസാണ് ഇവിടെ ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് എഫ് ടിയും ഒന്നെന്ന് പറയുന്നത് എഫ് ആർ. ഈ എഫ് ടിയും എഫ് ആറും എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ റിസൾട്ടൻ്റ് ഫോഴ്സിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്തെടുക്കുമ്പോൾ. സോ നിങ്ങൾക്കിപ്പം ഗിയർ ടെർമിനോളജി അറിയാം, എന്താണ് മൊഡ്യൂൾ എന്നറിയാം, എന്താണ് പ്രഷർ ലൈൻ എന്നറിയാം, എന്താണ് പ്രഷർ ആംഗിൾ എന്നറിയാം. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂയിസ് ഇക്വേഷനെ കുറിച്ചാണ്. ഒരു ഗിയറിൻ്റെ ബീം സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഗിയർ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ മൊഡ്യൂൾ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗിയറിൻ്റെ ബീം സ്ട്രെങ്ത് കൺസിഡർ ചെയ്യും, നമ്മൾ ഗിയറിൻ്റെ വിയർ സ്ട്രെങ്തും കൺസിഡർ ചെയ്യും. ബീം സ്ട്രെങ്ത് കൺസിഡർ ചെയ്യുന്ന ആ ഇക്വേഷൻ, അതായത് ബീം സ്ട്രെങ്ത് കൺസിഡർ ചെയ്ത് വെച്ച് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ലൂയിസ് ഇക്വേഷൻ. സ്ഥിരം ചോദിക്കുന്നതാണ്. അടുത്തത് വീഡിയോയിൽ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ലൂയിസ് ഇക്വേഷനെ കുറിച്ചാണ്.